ദൃശ്യമാധ്യമ രംഗത്ത് അവതാരകർക്ക് വളരെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ചും വാർത്താ അവതാരകർക്ക്. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ധാരാളം അവതാരകർ ഉണ്ട്. അതിലൊരാളായിരുന്നു 24-ലെ വാർത്താ അവതാരകനായിരുന്ന അരുൺകുമാറും. അന്ന് മൊട്ട എന്നത് ആൾക്കാർ ഓമനപ്പേരായി അദ്ദേഹത്തെ വിളിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലെ അവതാരകനാണ്. രാവിലെ കുട്ടക്കണക്കിന് മോട്ടിവേഷനും സ്നേഹം തുളുമ്പുന്ന വാക്കുകളുമാണ്. അത് കഴിഞ്ഞാലോ ഊഹാപോഹ വാർത്തകളും വല്ലാത്ത തള്ളും വെറുപ്പിക്കലുമാണ്. നമുക്കിഷ്ടമില്ലാത്തവരെ രൂക്ഷമായി വിമർശിക്കുന്നതും ഇടയ്ക്കിടെ പൊട്ടത്തരം പറഞ്ഞ് ഏറിലാകുന്നതും സ്ഥിരമാണ്. ഒരു ചാനലിൽ നന്മയുള്ളവനായും മറ്റൊരു ചാനലിൽ വെറുക്കപ്പെട്ടവനായും വാർത്താവതരണം നടത്തുന്നതിന് എങ്ങനെ സാധിക്കുന്നുവോ ആവോ. പലപ്പോഴും മാധ്യമധർമ്മം എന്താണെന്ന് മറന്നുപോകുന്ന അദ്ദേഹം പൊതുജനങ്ങളെ കൂടി മറന്നുപോകുന്നുണ്ട്. ചിലർക്ക് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടും. എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അത്രയ്ക്കങ്ങ് പിടികിട്ടില്ല. അരുൺകുമാറും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. സാധാരണ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ളവർ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവർ പറയുന്ന തെറ്റുകളെ തിരുത്തിപ്പോകുന്നത് കാണാറുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. തനിക്കനുകൂലമാണെങ്കിൽ ആ തെറ്റുകളെയും ആസ്വദിച്ചു പോവുകയാണ് പതിവ്. മാധ്യമരംഗത്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിഷ്പക്ഷത പലപ്പോഴും അദ്ദേഹം പാലിക്കാറില്ല. പലപ്പോഴും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുകയോ വളച്ചൊടിക്കപ്പെടുകയോ ചെയ്യുന്നത് ആളുകൾക്കിടയിൽ അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവനാക്കാൻ കാരണമായി. വല്ലപ്പോഴുമെങ്കിലും തൻ്റെ ആദ്യകാല മാധ്യമ പ്രവർത്തനവും ഇപ്പോഴത്തെ പ്രവർത്തനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ നന്നായിരുന്നു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് എന്നത് മറക്കാതിരിക്കുക.